ഫെയ്ത്ത് ക്ലിയറൻസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം, കത്തോലിക്ക സഭയുടെ ബൈബിളിൽ 73 പുസ്തകങ്ങളാണുള്ളത്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ, ഇതര ബൈബിളുകളിലൊക്കെ 66 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? ഈ ചോദ്യത്തിൻ്റെ വിശദമായ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യം നമുക്ക് സഭയെക്കുറിച്ച് അല്പം ചരിത്രം അറിയണം. ഒപ്പം പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഉത്ഭവത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും പറയുന്നിടത്താണ് ഈ വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇനി ഏതൊക്കെ പുസ്തകങ്ങളാണ് കത്തോലിക്ക സഭയുടെ ബൈബിളിൽ ഉള്ളതും പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ ഇല്ലാത്തതെന്നും നമുക്ക് കാണാം. ആ 7 പുസ്തകങ്ങൾ: ബാറൂക്കിന്റെ പുസ്തകം, തോബിത്ത്, യൂദിത്ത്, പ്രഭാഷകൻ, ജ്ഞാനം, 1 മക്കബായർ, 2 മക്കബായർ എന്നീ പുസ്തകങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ള 7 പുസ്തകങ്ങൾ. പ്രൊട്ടസ്റ്റന്റ് സഭകൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ചിന്ത സോള സ്ക്രിപ്തൂര എന്നതാണ്. എന്ന് പറഞ്ഞാൽ ബൈബിൾ എലോൺ, ബൈബിളിൽ പറയുന്നത് മാത്രം വിശ്വാസത്തിന് ആധാരം എന്നതാണ്. എന്നാൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ബൈബിള് മാത്രമല്ല വിശ്വാസത്തിന് ആധാരം. ബൈബിൾ അനുസരിച്ചല്ല കത്തോലിക്ക സഭ രൂപം കൊണ്ടത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സഭയിലാണ് ബൈബിള് രൂപം കൊണ്ടത്. അപ്പം ആദ്യം ഉണ്ടായത് ഈശോയുടെ കൂടെ നടന്ന് ജീവിച്ച ശിഷ്യന്മാരും ആ അപ്പസ്തോലിക പാരമ്പര്യത്തെ തുടർന്ന് കടന്നു വന്ന വിശുദ്ധ പാരമ്പര്യങ്ങളും സഭയ്ക്ക് വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ പ്രസക്തമാണ് വിശുദ്ധ ഗ്രന്ഥവും. സഭയുടെ കാലാകാലങ്ങളിലുള്ള മജിസ്റ്റേരിയം, ടീച്ചിങ്സ്, മാർപ്പാപ്പമാരിലൂടെയും മെത്രാന്മാരുടെയൊക്കെ ലഭിച്ചിട്ടുള്ള പഠനങ്ങളും സഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെ പ്രസക്തമാണ്. ഈ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭയും തമ്മിൽ വ്യത്യാസം ഉടലെടുക്കാൻ കാരണമായത്. നമുക്ക് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ അല്പചരിത്രത്തിലേക്ക് കടക്കാം. അഗസ്തീനിയൻ സന്യാസ വൈദികനായിരുന്ന മാർട്ടിൻ ലൂതറിന്റെ അനുയായികൾ ലൂതറിന്റെ ആശയങ്ങൾ ആധാരമാക്കിക്കൊണ്ട് പടുത്തുയർത്തിയതാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ. വിശുദ്ധ ബൈബിളിൽ ലൂതറിന്റെ ആശയങ്ങളുമായിട്ട് ഒത്തുപോകാത്ത 7 പുസ്തകങ്ങളെ ലൂതർ ബൈബിളിൽ നിന്ന് ഒഴിവാക്കി. അതുമൂലം പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ 66 പുസ്തകങ്ങളായിട്ട് ചുരുങ്ങി. പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളോട് ഏറെ സാമ്യം പുലർത്തുന്നവരാണ് പെന്തക്കൊസ്തക്കാരും യഹോവ സാക്ഷികളും. സഭാ നവീകരണം ലക്ഷ്യം വെച്ച് വിമർശനം ഉന്നയിച്ച വ്യക്തിയായിരുന്നു മാർട്ടിൻ ലൂഥർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സഭയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാനാകാത്തവയായിരുന്നു. അതിന് ഏതാനും ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. പൗരോഹിത്യം, മെത്രാൻ പദവി, മാർപ്പാപ്പ തുടങ്ങിയ സഭയുടെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ അത് ആവശ്യമില്ലാത്തതാണെന്നായിരുന്നു ലൂതറിൻ്റെ പഠനം. തുടർന്ന് അദ്ദേഹം പറയുന്നത് പരിശുദ്ധ കുർബാന ഈശോ മിശിഹായുടെ ശരീരമല്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. 7 കൂദാശകളെക്കുറിച്ച് തിരസ്കരിച്ചുകൊണ്ടുള്ള പഠനമായിരുന്നു ലൂതറിൻ്റേത്. ബ്രഹ്മചര്യത്തെ അദ്ദേഹം എതിർത്തു. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ആദരവിനെ അദ്ദേഹം എതിർത്തു. വിശുദ്ധരുടെ മധ്യസ്ഥത്തിന് അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇതുകൊണ്ടൊക്കെ കത്തോലിക്ക സഭയ്ക്ക് ലൂതറിനെയും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെയും ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല. 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയായ ദൈവവർബും, ദൈവവചനത്തെക്കുറിച്ച്, ദൈവ ആവിഷ്കരണത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ആ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്പർ 1-ലും 9-ലും 10-ലും അതുപോലെ തന്നെ മതബോധന ഗ്രന്ഥം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അതിൻ്റെ 96 മുതൽ 100 വരെയുള്ള നമ്പറുകളിൽ നമ്മൾ കാണുന്നത് പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും സഭയുടെ പ്രബോധന അധികാരവും തമ്മിലുള്ള വേർപിരിക്കാനാകാത്ത ബന്ധത്തെക്കുറിച്ചാണ്. സേക്രഡ് ട്രഡീഷൻ, സേക്രഡ് സ്ക്രിപ്ചർ, മജിസ്റ്റേരിയം. എന്നിട്ട് സൂചിപ്പിക്കുകയാണ്, ഇവ 3ഉം പരിശുദ്ധ അരൂപിയുടെ പ്രവർത്തനത്തിന് കീഴിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി ഒന്നിനോടും ബന്ധപ്പെട്ടും സംയുക്തമായും നിലകൊള്ളും. ഇതുകൊണ്ടൊക്കെയാണ് കത്തോലിക്ക സഭയുടെ ബൈബിളിലും പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ബൈബിളിലൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നത്. കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭയും തമ്മിൽ ബൈബിളിൽ മാത്രമല്ല
അടിസ്ഥാനപരമായിട്ടുള്ള പല വിശ്വാസ കാര്യങ്ങളിലും ഈ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ കാരണമായി. അത് സ്വാഭാവികമായിട്ടും ബൈബിളിൻ്റെ കാര്യത്തിലും വ്യത്യാസത്തിലേക്ക് നയിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.